അപ്പോൾ ഈ ഒരു സംഭവം ഇത് എല്ലാവരുടെ കയ്യിലുള്ള ഒരു സാധനമാണ് മൊബൈൽ ഫോൺ അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് എനിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതെന്നുള്ള ഒരു കാര്യം പറയാം. ഞാൻ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് പുറത്തൊന്നും പോകാൻ പറ്റാതെ ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആകെ എനിക്ക് ആശ്രയം എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോൺ മാത്രമായിരുന്നു. ഫോണിൽ റീചാർജ് ചെയ്യും, റീചാർജ് തീരുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വൈഫൈയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ചെക്ക് ചെയ്യും. അന്നത്തെ എൻ്റെ ഒരു നേരം പോക്കെന്നല്ല, എൻ്റെ ഒരു എന്താ പറയുക സ്ട്രെസ് റിലീഫ് തന്നെ ഈ ഒരു ഫോണായിരുന്നു. അതായത് ഇതിലൂടെ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ, അതിന് പാട്ടായിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു റീലായിക്കോട്ടെ, അതൊക്കെ ഞാൻ ഇതിൽ കാണുമ്പോൾ വെറുതെ ഒരു നേരം പോക്കിന് കാണുന്നതായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അവസ്ഥ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇത് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഞാനൊന്ന് നോർമലായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എൻ്റെ കൈവിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് റിക്കവർ ആവാൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തത്, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മറക്കാനും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ. ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്നറിയില്ല, പക്ഷേ എനിക്കിത് വളരെ ഹെൽപ്ഫുള്ളായൊരു സാധനമാണ്. ഞാൻ അതിന് ആ രീതിക്ക് കണ്ടിട്ടുള്ളൂ മൊബൈൽ ഫോണിന്. അപ്പോൾ കണക്റ്റ് ആയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.